രാവിലെ KSUവിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് MSFന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ MSF കൊടി നമുക്ക് കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ഹലോ 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 നിതിൻ രാജിന് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ണൂരിലെ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം. അവിടെ പോലീസുണ്ട്, അവിടെ ആളുകളെ നിയന്ത്രിക്കാൻ പാടുകെടുപ്പെടുകയാണ്. MSFന്റെയും യൂത്ത് ലീഗിനെയും ഒക്കെ വലിയ പ്രവർത്തകർ അവിടേക്ക് തടിച്ചുകൂടി വന്നിട്ടുണ്ട്. നിതിൻ രാജിന് നീതി വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇനിയൊരു അമ്മയും ഇങ്ങനെ മകനെ നഷ്ടപ്പെട്ട വേദനയിൽ കേരളത്തിൽ ജീവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്. ഈ നിമിഷം ഇത്രയുമായിട്ടും ഇതുവരെ ആ കോളേജിന്റെ ഭാഗത്ത് നിന്ന്, ആ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണവും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. CK വിജയൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. CK, ഇപ്പോൾ PK ശ്യാമളയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം, ഒരു ഭാഗത്ത് MSF പ്രവർത്തകർ, ഒരു ഭാഗത്ത് ഇത്രയും ആളുകളെ നിയന്ത്രിക്കാൻ പോലീസ് എന്താണ് ചെയ്യുന്നത്? പോലീസ് ഇപ്പോൾ MSFന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ MSFന്റെ സമരം ഇവിടെ അവസാനിക്കും. ഏതാണ്ട് 10ഓളം പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിക്കഴിഞ്ഞു. അപ്പോൾ അതിനിടയിലാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രതിഷേധവുമായി ഇവിടെ എത്തിയിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് PK ശ്യാമളയുടെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ ദേശീയ നേതാവ് N സുകന്യയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഏതാണ്ട് 50ഓളം വരുന്ന ജനാധിപത്യ ഇപ്പോൾ ഡെന്റൽ കോളേജിന് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനിടയിൽ നേരത്തെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. PK ശ്യാമള അവിടെ പ്രതിഷേധം, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവാണ് PK ശ്യാമള. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ മാർച്ച്, വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഇവിടെ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിനെതിരെ. ഒരു ഭാഗത്ത് MSFന്റെ പ്രതിഷേധമുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ നിതിൻ രാജ് എന്ന ചെറുപ്പക്കാരന്, 1ാം വർഷ വിദ്യാർത്ഥിയാണ്, ഡെന്റൽ കോളേജിൽ 1ാം വർഷം പഠിക്കുകയായിരുന്നു. നിതിൻ രാജിന്റെ കുടുംബത്തിന് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വ്യാപകമായ പ്രതിഷേധം, രാഷ്ട്രീയ ഭേദമന്യേ വലിയ പ്രതിഷേധമാണ് കണ്ണൂരിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം വരെ പോലീസ് കേസെടുത്തു, പ്രത്യേക സംഘം രൂപീകരിച്ചു. പക്ഷേ ആരോപണ വിധേയരായ 2 അധ്യാപകരുണ്ട്, സംഗീതയും അതോടൊപ്പം തന്നെ ഡോക്ടർ റാമും. അവർക്കെതിരെ എന്ത് നടപടി എടുത്തു? അവർ എവിടെയാണ്? അവർ ഒളിവിൽ പോയോ? അവരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല ഈ നിമിഷം വരെ എന്നൊക്കെ വലിയ വിഷയങ്ങൾ അവിടെ ഉയരുകയാണ്.